കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു മന്ത്രി സ്ഥാനം എടുക്കുന്ന ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറയൂ. ഇന്ത്യക്കാരെന്നെ ചെയ്തിരിക്കുന്നു, ഇന്ത്യക്കാരൻ ചിന്തിച്ചിരിക്കുന്നു, ഇന്ത്യക്കാരെ പഠിച്ചു. അത് മാത്രമല്ല, ഇതെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ല നോക്കൂ, ഈ ഭരണഘടനത്തിലല്ലേ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു ഓത്ത് ഓഫ് ഓഫീസ് എടുക്കുക. അപ്പം ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്തൊരു വ്യക്തി ഇങ്ങനെ പറയുന്നത് ശരിയല്ലാണ് എൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത് അത് സർക്കാരിന് തീരുമാനിക്കട്ടെ. ഗവർണറും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കിനി വീണ്ടും പറയാൻ പ്രസക്തിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിലൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കണം ആൾക്കാർ. നമ്മളെല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ടാവാം. നമ്മളുടെ ഭരണഘടന തന്നെ ചില കാര്യങ്ങൾ അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഡയറക്ടർ പ്രിൻസിപ്പൽസ് പ്രകാരം ഈ രാജ്യത്തിൽ എങ്ങനെയൊരു സങ്കല്പമാണ് കാണേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ ഒരു രീതിയുണ്ട്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ ഇങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു മന്ത്രി സ്ഥാനം എടുക്കുന്ന ഒരാൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വിവാദത്തെ നമ്മൾ ഇനി എൻ്റെ അഭിപ്രായത്തിൽ സർക്കാരിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പക്ഷേ എനിക്കത് കൂടുതൽ ഞാൻ ആവശ്യപ്പെടുന്നു. അത് വെറും അറിവില്ല, തീരെ അറിവില്ല. കാരണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 3 വർഷം കൂടി എല്ലാ ആർട്ടിക്കിളിനും ഡീറ്റെയിൽ ചർച്ച ചെയ്ത് തർക്കങ്ങളും ഉണ്ടായിരുന്നു, ചർച്ചയും ഉണ്ടായിരുന്നു. അവസാനത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ച ശേഷം അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാനും ഒരു സെഷൻ ഉണ്ടായിരുന്നു. അംബേദ്കർ ഓരോരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടാണ് അവസാനത്തിൽ അഡോപ്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യക്കാരെന്നെ ചെയ്തിരിക്കുന്നു, ഇന്ത്യക്കാരൻ ചിന്തിച്ചിരിക്കുന്നു, ഇന്ത്യക്കാരെ പഠിച്ചു. അത് മാത്രമല്ല, ഇതെല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. 12 വോള്യൂമായി ഇരിക്കുന്നുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ്. ആർക്ക് വേണം തുറന്ന് വായിക്ക് മനസ്സിലാക്കുക. ഇതിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ശബ്ദമില്ല ഇതിൽ. അപ്പോൾ എവിടെ നിന്നാണ് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഐഡിയാസ് കിട്ടി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിവില്ലായ നമ്മളുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും അല്ല. അതാണ് മനസ്സിലാക്കുന്നത്.